തുടർന്നും ഭാവിയിലുമൊക്കെ വലിയ വലിയ പദവികളിലൊക്കെ എത്താൻ സാധ്യതയുള്ള ശ്രീ ജിജോ പുളിക്കനെ ഷാർജ മലയാളി സമാജത്തിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശിനെയാണ്. നമുക്കറിയാം, ഷാർജ മലയാളി സമാജം എന്നും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഒരു പോഷക സംഘടനയായിട്ടാണ് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും ചെന്ന് സമീപിക്കാൻ പറ്റുന്ന, നമുക്ക് വേണ്ടി ഷാർജയിലെ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി അവരുടെ ഡോറുകൾ തുറന്നിട്ടേക്കുന്ന ഒരു സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. നമ്മൾ പല കാര്യങ്ങൾക്കും അവരെ സമീപിക്കാറുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന PSTയിലെ സെക്രട്ടറിയായ ശ്രീ പ്രകാശ് ചേട്ടനെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഒപ്പം ശ്രീ ഷാജി ജോൺ എത്തിയിട്ടില്ല. ശ്രീ ഷാജി ചേട്ടനെയും കൂടി ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജോയിന്റ് സെക്രട്ടറി ശ്രീ ജിബി ഉണ്ട് ഇവിടെ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ മറ്റ് ഭാരവാഹികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെയും ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്കറിയാം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, അബുദാബി ഇന്ത്യൻ അസോസിയേഷൻ, അല്ലെ ദുബായ് ഇന്ത്യൻ അസോസിയേഷൻ, ഇതൊക്കെ കഴിഞ്ഞാൽ UAEയിൽ അറിയപ്പെടുന്ന, അല്ലെ ലോകം അറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. അതൊരു പക്ഷേ ആ പേര് ശ്രീ പോളേട്ടൻ എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ നമുക്ക് പരിചയം. നമുക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം അക്കാഫിന്റെ പ്രസിഡന്റ് ശ്രീ പോൾ ടി ജോസഫ്. അടുത്തായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള ഷാർജ മലയാളി സമാജത്തിന് വേണ്ടി മാത്രം നമ്മളെ ഓണാശംസകൾ നൽകാനായിട്ട് എത്തിയിട്ടുള്ള ശ്രീ സ്വാസികയാണ്. ശ്രീ സ്വാസികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റൊരു മലയാള യുവ നടന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ്. സ്വന്തമായി വഴി വെട്ടി വന്ന ഒരാള് എന്നുള്ള ആ ഒരു വാക്കുകളിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശ്രീ സ്വാസിക സീരിയൽ രംഗങ്ങളിൽ അതുപോലെ തന്നെ സഹവേഷങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇന്ന് മെയിൻ സ്ട്രീമിലേക്ക് എത്തി നായികാ വേഷങ്ങൾ അഭിനയിച്ച് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ്, അടൂർ ഫാസി ടെലിവിഷൻ അവാർഡ്, ശരിയല്ലേ? ഇതെല്ലാം ലഭിച്ച വ്യക്തികളാണ്. ഒരു നിറഞ്ഞ കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സാസിയെ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ ഷാർജയിലെ നമ്മുടെ പ്രവർത്തകരെല്ലാം ഒറ്റ വരിയിൽ സ്വാഗതം ചെയ്യുന്നു. ട്രഷറർ ശ്രീ ഷെറിൻ ചെറിയാൻ, അടുത്തതായിട്ട് വനിതാ സമാജം പ്രസിഡന്റ് ശ്രീ ശോഭ ഉണ്ണികൃഷ്ണക്കുറുപ്പ്, അടുത്തതായിട്ട് SMS ജനറൽ കൺവീനർ ശ്രീ പുഷ്പരാജ് ആദവനാട്, അടുത്തതായിട്ട് SMS പ്രോഗ്രാം കൺവീനർ ശ്രീ ബൽരാജ് പിള്ളൈ, അടുത്തതായിട്ട് SMS ചാരിറ്റി കൺവീനർ ശ്രീ അനീഷ് ചാക്കോട്ടിൽ, അടുത്തതായിട്ട് SMBS പ്രസിഡന്റ് ശ്രീ അതിലി സുമോജ് എന്നിവരെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ സ്പോൺസേഴ്സിനാണ്. നമ്മളീ കാണുന്ന ഹാള്, നമ്മളീ കാണുന്ന ലൈറ്റ് എല്ലാം നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ സ്പോൺസേഴ്സ്. നമ്മൾ അവരെ സമീപിച്ചപ്പോൾ ആരും നമ്മളെ നിരാശരാക്കിയില്ല. എല്ലാവരും